നമസ്കാരം. ഒരു സ്ത്രീയുടെ കണ്ണീര് കാണുകയാണ്. തീരദേശത്ത് കഴിഞ്ഞ ഒരാഴ്ചയിലേറായി കാണാതായ ഒരു സ്ത്രീയോട് നമ്മുടെ സിസ്റ്റം ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുവരെ തെരച്ചിലിന് കാര്യങ്ങളൊന്നും ഡിമാൻഡ് ചെയ്തില്ലല്ലോ എന്ന്. എങ്ങനെ? നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യന്റെ ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ 6 ദിവസവും ഒന്നും ചെയ്യാതിരുന്നിട്ട് അവർ അതിനുവേണ്ടി പ്രതിഷേധിക്കുകയും അതിനെതിരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി നമ്മളോട് പറയുകയാണ്, സിസ്റ്റം എല്ലാം ഓക്കെയാണ്, ഒന്നിനും ഒരു പ്രശ്നമില്ല. പക്ഷേ റിയാലിറ്റി എന്താണ്? കേരളത്തിലെ കോസ്റ്റൽ പോലീസ് സ്വന്തം ഉറ്റവരെ നഷ്ടപ്പെട്ടവരോട് ചെയ്ത ഏറ്റവും ക്രൂരമായ ചോദ്യമാണ് ഇന്ന് അവിടെ കേട്ടത്. അതിന്റെ നിലവിളി ഈ നാട് കേൾക്കണം. ഓരോ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്ത് അവരിപ്പോഴാണ് ഡിമാൻഡ് ചെയ്തതെന്ന്. അപ്പൊ ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമുള്ള അന്വേഷണ സൗകര്യങ്ങളെ നമുക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഡിമാൻഡ് ചെയ്യാൻ ഒരമ്മ ഒരു 3 പേരെ നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മ വന്ന് 7ാമത്തെ ദിവസം ഡിമാൻഡ് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മുടെ ഭരണകൂടം ഉണർന്നെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ആ ചോദ്യം ചോദിച്ചവന്റെ വീട്ടിൽ ഇതുപോലെ ഒരാഴ്ചയായിട്ട് മരണപ്പെട്ട വ്യക്തിയെ കിട്ടാതെ ഉദാസീന ഭാവത്തിൽ തിരച്ചിൽ തുടരുന്നുണ്ട്, അല്ലെങ്കിൽ തീരദേശത്തെ കാര്യം അറിയാലോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ അയാളുടെ ഉള്ളു പൊള്ളുമോ? അല്ലെങ്കിൽ ഈ തീരദേശത്തിൻ്റെ കാര്യം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇത് സംഭവിക്കുകയാണ്. ഒരാഴ്ചയായിട്ടും വേറൊരു മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കുമ്പോൾ ഇതേ മറുപടി ലഭിക്കുകയാണ്. എന്തായിരിക്കും മാനസികാവസ്ഥ? വാക്കുകളല്ലല്ലോ നാട്ടുകാർക്ക് വേണ്ടത്, അവർക്ക് വേണ്ടത് പ്രവൃത്തിയാണ്. ഡയലോഗ് അടി കൊണ്ട് എത്ര കാലം മനുഷ്യരെ പറ്റിക്കാൻ പറ്റും? നയിക്കുന്നവൻ ഡയലോഗ് അടിക്കുമ്പോൾ ഏറ്റവും താഴെ ഇരിക്കുന്നവനും അതേ ചെയിൻ്റെ കണ്ണിയായി പോവുകയാണ്. ഡയലോഗ് അടിക്കാലോ. 7ാമത്തെ ദിവസം ഉറ്റവരെ നഷ്ടപ്പെട്ട വീട്ടിൽ ഒരാളെ നഷ്ടപ്പെട്ടവരോട് നിങ്ങൾ ഇതുവരെ ഒന്നും ഞങ്ങളോട് ഡിമാൻഡ് ചെയ്തില്ലല്ലോ. കടലിൽ പോയൊരു ജീവനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് വന്നിട്ട് തമ്പ്രാനെ കണ്ടെത്തി തരണം എന്ന് ഡിമാൻഡ് ചെയ്യണം അത്രേ. അവർ സങ്കടം കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇത് ആ ഒറ്റപ്പെട്ട സംഭവമല്ല, കൊല്ലത്ത് നിന്ന് കാണാതായതാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലുവിള പ്രദേശത്ത് നിന്ന്, അതായത് പൂന്തുറയ്ക്ക് അടുത്തുള്ള പ്രദേശത്ത് നിന്ന് കാണാതായ ഗിരീഷ് എന്നാണ് ആ വ്യക്തിയുടെ കാര്യം മനസ്സിലാക്കുന്നത്. അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് ജോലിക്ക് പോയവരാണ് സാർ. അതായത് കഴിഞ്ഞ ദിവസം ഒരു വലിയ സൽക്കാര വിരുന്നിൽ ആവോലി ഇരുന്ന് കൂട്ടി നമ്മുടെ മുഖ്യൻ ഞണ്ണുന്നത് കണ്ടു. അങ്ങനെയും പറയുന്നില്ല, കഴിക്കുന്നത് കണ്ടു. ആ ആവോലി ഇവരുടെ കഷ്ടപ്പാടാണ്. മനസ്സിലായോ? ഇരുന്ന് സുഭിക്ഷമായിട്ട് നല്ല മസാലയും കൂട്ടി കഴിക്കുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ പിന്നിൽ അധ്വാനിക്കാൻ പോയ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ കൂടി പ്രതികരണം വരികയാണ്. കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ വളഞ്ഞിട്ടാക്രമിക്കുന്ന അച്ഛനായിട്ടുള്ള വ്യക്തിയെ കാണാതായിട്ട് ഒരാഴ്ച, സിസ്റ്റത്തിനെതിരെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കരുത്തോടുകൂടി അവർ പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ കഴിഞ്ഞ ദിവസം തീരദേശ മേഖലയിലുള്ളവരെ എല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് അവിടെ ഉള്ളവരെ അറിഞ്ഞൂടെ? അറിയാലോ എന്താണ് ആ വാക്കിന്റെ അർത്ഥം. ആ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഒരുത്തനും ആ മനോഭാവത്തിൽ പ്രതികരിച്ചു. അതിന് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സൈബർ ഹാൻഡിൽ, അതായത് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലോട് പോയി അങ്ങ് തെറി വിളിച്ചേരെ അവളെ ഫോട്ടോ വെച്ച്. അതാണല്ലോ നിർദ്ദേശം. അപ്പോഴും ആ കുട്ടി പറഞ്ഞ പ്രതികരണമുണ്ട്. അച്ഛൻ നഷ്ടപ്പെട്ട വേദനയിൽ സിസ്റ്റം അവരോട് കാണിക്കുന്ന ക്രൂരമായ അലംഭാവത്തെ നേരിട്ടുകൊണ്ട് ശക്തമായ വാക്കുകളാണത്. ഒരു ആശ്വാസവാക്കെങ്കിലും പറഞ്ഞിരുന്നു. ഇന്നലെ ഞാൻ റിപ്പോർട്ടറിന്റെ മുമ്പിൽ ഈ ഫിഷറീസ് മിനിസ്റ്ററിന് ഈ ഫിഷിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഫിഷിങ്ങിനെ പറ്റിയോ എന്തെങ്കിലും അറിയാമോ? അതാണ് എന്റെ ചോദ്യം. അവർക്ക് ഒരു സൈക്ലോൺ വരുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ കടലിലുണ്ടാവുന്ന പ്രക്ഷോഭങ്ങളെ പറ്റിയോ എന്തെങ്കിലും കാര്യങ്ങൾ അയാൾക്ക് അറിയാമോ? അയാൾ ഇന്നേ വരെ ഇത്രയും വലിയൊരു അപകടം ഇവിടെ ഉണ്ടായി, ഈ അധികാരം വച്ചിരിക്കുന്ന ആൾ ഇന്നേ വരെ ഒരു ഫോൺ കോൾ പോലും നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല. ഞങ്ങൾ അവിടെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഫോൺ കോളുകൾ എടുക്കുന്നില്ല. ഈ CM-ന്റെ കാര്യം പറഞ്ഞാൽ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു നെഗ്ലിജൻസ് നിങ്ങൾ എല്ലാവർക്കും ഞാൻ ആ വീഡിയോയിലൂടെ ഇട്ട് തന്നതാണ്. ഞാൻ ഇതിലും അത് നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങൾ എല്ലാവരും ആ പത്ര സമ്മേളനത്തിൽ കണ്ടതാണ്. അദ്ദേഹം ഇതിന് മാപ്പ് പറയുക തന്നെ ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തമാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. തീരപ്രദേശമല്ലേ, അവിടെ പോയാൽ എന്ത് നടക്കുമെന്ന് അറിയില്ല. എന്ത് നടക്കും? വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എന്ത് നടന്നു? ഇന്ന് കസേര കയറി ഇരുന്നപ്പോഴാണോ നിങ്ങൾക്ക് തീരപ്രദേശമാണെന്ന് ഓർമ്മ വന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആൾക്കാർ പ്രതികരിക്കുന്നതെന്ന് ഇപ്പോഴാണോ മനസ്സിലായത്? സൈബർ ആക്രമണം നടത്തുന്ന എനിക്ക് തോന്നുന്നു, എനിക്ക് വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത്. സൈബർ ആക്രമണം നടത്തുന്ന വിഡ്ഢികളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊരു സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോലും ഇല്ല.
എന്റെ സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് 7ാം ദിവസം ആരാണോ സർക്കാർ, ആ സർക്കാരിനോടാണ് ഞാൻ ചോദ്യം ചെയ്തത്. ആ സർക്കാരിൽ തലപ്പത്തിരിക്കുന്നവർ വിവരമില്ലാതെ ഉത്തരം പറയുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ ചോദ്യം ചോദിക്കണ്ടേ? അതിനുള്ള മറുപടിയായിട്ട് നിങ്ങളുടെ കോൺഗ്രസിന്റെ ഹാൻഡിലുകളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞോട്ടെ, ഇത് വിഷയം തെന്നി മാറ്റിക്കാനുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് വരുത്തേണ്ട ഡെവലപ്മെന്റിനെ തെന്നി മാറ്റിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഫോക്കസിനെ, ഈ ഒരു അന്വേഷണത്തിനെ മാറി മറിപ്പിക്കാനുള്ള ചില വിട്ടി തന്ത്രങ്ങളായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അതവിടെ തന്നെ കയ്യിലിരുന്നോട്ടെ, ഇവിടെ ഒന്നും വരത്തില്ല, ഇവിടെ ഒന്നും ഏൽക്കത്തില്ല. ഓക്കെ, അത് മാത്രമേ എനിക്ക് പറയാൻ. 2 സ്ത്രീകളുടെ പ്രതികരണം. കാര്യം എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അവരുടെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന് ആർക്കാണ് തോന്നേണ്ടത്? അവിടെ താമസിക്കുന്ന മനുഷ്യർക്കും അവർക്കും തോന്നണം. പക്ഷേ നയിക്കുന്നവൻ എല്ലാം നടക്കുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് അനുഭവസ്ഥർ പറയുന്നത്? അവരുടെ ഒറ്റവർക്ക് വേണ്ടി സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. ഇന്ന് ചെന്നിട്ട് നിങ്ങൾ നമ്മളോടൊന്നും ഡിമാൻഡ് ചെയ്തില്ലല്ലോ. അങ്ങനെയാണോ വേണ്ടത്? ഈ നാട്ടിലെ ഒരു പൗരന്റെ ജീവനും വിലയുള്ളതല്ലേ? അമ്മാവൻ ആശുപത്രി കിടന്നപ്പോൾ ആ കുട്ടി ചോദിക്കുന്ന പോലെ ഹെലികോപ്റ്റർ എടുത്ത് കാണാൻ പോയ ആ ജീവന് കൊടുക്കുന്ന വില എന്തേ ഈ പറയുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവനില്ല? സിസ്റ്റം ഫെയിലിയർ ആയി തുടങ്ങി സാർ, കേവലം 70 ദിവസം കൊണ്ട്. എന്നിട്ട് വാചാടോപം കൊണ്ടും കുറച്ച് നീലക്കുയിലന്മാരെയും കുറച്ച് മറുനാടൻ മഞ്ഞമാർക്കും പണം കൊടുത്തിട്ട് ഞാൻ സംഭവ ബഹുലമെന്ന് പറയാൻ പറഞ്ഞാൽ അത് കേട്ട് കോരിത്തരിക്കുന്ന ആ മനുഷ്യർക്കപ്പുറമുള്ളവർ കൂടിയാണ് ഈ നാടെന്ന് മാത്രമേ മേനോനെ ഓർമ്മിപ്പിക്കാനുള്ളൂ. എല്ലാ കാലത്തും അധിക നാൾ ജനം സഹിച്ചെന്ന് വരില്ല. തുടക്കത്തിലെ ഈ രീതിയിലാണ് ജനങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് മുഖ്യനിറക്കുന്ന പൂക്കിത്തരമെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.